ന്യൂസ് ടൈം സമർപ്പിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്, KK റോഡ്, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം, PT ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാർദ്ധക്യ പെൻഷൻ തരപ്പെടുത്തി തരാമെന്ന വാഗ്ദാനം നൽകി പണം തട്ടിയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി സ്വദേശി തൈപ്പറമ്പിൽ ഷെഫീഖാണ് പിടിയിലായത്. കോന്നി അരുവാപ്പുലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം അപകടാവസ്ഥയിൽ. 4.5 വർഷം മുൻപ് നിർമ്മിച്ച പാലത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. ട്രാഫിക് ബോധവൽക്കരണ സന്ദേശവുമായി സ്റ്റുഡൻസ് പോലീസ് നഗരത്തിൽ. ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് സമൂഹത്തോടും കുടുംബത്തോടുമുള്ള ബാധ്യത നിറവേറ്റണമെന്ന സന്ദേശവുമായാണ് കുട്ടി പോലീസ് നഗരത്തിലെത്തിയത്. വാർത്തകൾ വിശദമായി. കോന്നി അരുവാപ്പുലം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം അപകടാവസ്ഥയിൽ. 4.5 വർഷം മുൻപ് നിർമ്മിച്ച പാലത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. കോന്നി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോന്നി തൂക്കുപാലം അപകടാവസ്ഥയിൽ. 4.5 വർഷം മുമ്പ് അച്ചൻകോലാറിന് കുറുകെ ഐരവൺ പുതിയകാവ് ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച പാലമാണ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ തകരാറിലായിരിക്കുന്നത്. 5 വർഷം മുമ്പ് കോഴിക്കോട് തോണിമറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് സ്കൂൾ കുട്ടികൾ കടത്തിനെ ആശ്രയിക്കുന്ന ഭാഗങ്ങളിൽ പാലം നിർമ്മിക്കാൻ സർക്കാർ ഉത്തരവിടുകയായിരുന്നു. ജില്ലയിൽ കോന്നി, മല്ലപ്പള്ളി എന്നിവിടങ്ങളിലാണ് പാലം നിർമ്മിക്കാൻ തെരഞ്ഞെടുത്തത്. ക്ഷേത്രത്തിന് സമീപം കുടിഞ്ഞുമൂല കടവിൽ നിന്ന് വള്ളത്തിലാണ് ഐരവൺ PSVPM ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും തിരികെ കോന്നിയിലേക്കും വിദ്യാർത്ഥികൾ എത്തിയിരുന്നത്. തൂക്കുപാലം നിർമ്മിച്ചതോടെ മുരിങ്ങമംഗലം മഞ്ഞക്കടമ്പ് വഴി ചുറ്റിക്കറങ്ങി ഐരവൺ പ്രദേശത്ത് എത്തുന്ന നാട്ടുകാർക്കും ഇത് എളുപ്പമാർഗമായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകാത്തതിനാൽ പാലത്തിൻ്റെ കൈവരികൾ തുരുമ്പ് എടുത്തു തുടങ്ങി. പാലം തൂക്കി നിർത്തുന്ന റോപ്പുകളിലെ ബോൾട്ടുകളും തുരുമ്പിച്ചിട്ടുണ്ട്. കൈവരികൾ കാടുകയറിയ നിലയിലാണ്. പാലത്തിന് ബലക്ഷയം ഉള്ളതായും കണക്കാക്കുന്നു. കാരണം യാത്രക്കാർ കയറുമ്പോൾ മുൻപത്തേതിലും കൂടുതൽ വേഗത്തിൽ പാലം ആടുന്നുണ്ട്. ജില്ലാ കളക്ടർക്കാണ് പാലത്തിൻ്റെ ചുമതല. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് പാലം മാറ്റിയാൽ അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ട് കണ്ടെത്താൻ പ്രയാസം നേരിടില്ല എന്നും പറയുന്നു. ദിനംപ്രതി നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും യാത്ര ചെയ്യുന്ന കോന്നി തൂക്കുപാലം അറ്റകുറ്റപ്പണി ചെയ്ത് അപകടം ഒഴിവാക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോന്നി. കുളനട പൈവഴിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട ഇലന്തൂർ നെല്ലിക്കാല സ്വദേശിനി സരോജിനിയുടെ മൃതദേഹം സംസ്കരിച്ചു. കൊലയാളിയെപ്പറ്റി സൂചനയില്ല. കുളനട പൈവഴിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട ഇലന്തൂർ നെല്ലിക്കാല സ്വദേശിനി സരോജിനിയുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. 15-ാം തീയതി പുലർച്ചെ കുളനട പൈവഴി ജംഗ്ഷന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട സരോജിനിയുടെ മൃതദേഹമാണ് ബന്ധുക്കൾ ഏറ്റുവാങ്ങി നെല്ലിക്കാല തുണ്ടിയിൽ പതാലിൽ കോളനിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. സരോജിനിയുടെ മൃതദേഹം റോഡരിയിൽ കണ്ടെത്തിയതോടെ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് IPS സ്ഥലത്തെത്തിയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. പോലീസ് നായയും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തുകയും മറ്റ് ശാസ്ത്രീയ അന്വേഷണ രീതികൾ അവലംബിക്കുകയും ചെയ്തെങ്കിലും കുറ്റവാളികളെപ്പറ്റി പോലീസിന് ഇതുവരെയും കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. മൃതദേഹം കണ്ടെത്തിയപ്പോൾ മുതൽ തന്നെ പോലീസ് ശക്തമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. സരോജിനിയുടെ ഭർത്താവും മകൻ സുനിലിനെയും മറ്റ് നിരവധി ആളുകളെയും ഇതിനോടകം അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു. സംശയമുള്ള ചില വാഹനങ്ങളും പിടിച്ചെടുത്ത് പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. തുണ്ടിയിൽ പതാലിൽ കോളനിയും നെല്ലിക്കാല ജംഗ്ഷനും പരിസര പ്രദേശങ്ങളും അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. എന്നാൽ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യാതൊരു സൂചനകളും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചതായി അറിയില്ല. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി. വാർദ്ധക്യ പെൻഷൻ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി നിരവധി പേരിൽ നിന്ന് പണം തട്ടിയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി സ്വദേശി തൈപ്പറമ്പിൽ ഷെഫീഖാണ് പിടിയിലായത്. വാർദ്ധക്യ പെൻഷൻ വാങ്ങി നൽകാമെന്ന പേരിൽ ആയിരക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഓമല്ലൂർ പുത്തൻവീട്ടിൽ അമ്മണി, പാരിപ്പള്ളിൽ രാജമ്മ എന്നിവരിൽ നിന്നും 9,900 രൂപ പ്രതിയായ തൈപ്പറമ്പിൽ ഷെഫീഖ് എന്നയാൾ തട്ടിയെടുക്കുകയായിരുന്നു. ഇതിനു മുമ്പും ഇയാൾ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും തട്ടിപ്പ് നടത്തിയതായി പറയുന്നു. വിധവ വാർദ്ധക്യ പെൻഷനുകൾ തരപ്പെടുത്തി കൊടുക്കാനായി കൈക്കൂലി ഇനത്തിലാണ് ഈ വൃദ്ധജനങ്ങളിൽ നിന്നും
കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ യുവാവ് തട്ടിപ്പ് നടത്തിയത്. പെൻഷൻ്റെ പൈസ കൂലി 13-ാം തീയതി വരത്തുള്ളൂ കോടതി മുട്ടത്. ഞാൻ എൻ്റെ പൈസ ഇല്ലായിരുന്നു. ഞങ്ങളുടെ മോളോടെ 2700 രൂപ എടുത്തു. 2200 എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ 4900 രൂപ ഞാൻ എടുത്തു. 13-ാം തീയതി പെൻഷൻ കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. കിട്ടിയില്ല. അന്ന് തൊട്ട് ഞങ്ങൾ ഇല്ല അന്വേഷിച്ചിരിക്കുമായിരുന്നു. ഇതുവരെ കിട്ടിയില്ല. ഇപ്പം ഇവിടെ ഈ കൊച്ചിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അതിങ്ങനെ പഠിക്കാൻ പിന്നെ ഫോൺ ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചു എന്തോനാടി ഫോൺ ചെയ്തു. അത് ഇന്നതുപോലെ ഒരാളൊരു കിഴങ്ങ് കൊണ്ട് ഇവിടെ വന്ന ഇൻഷുറി ചെയ്യാൻ പെൻഷൻ്റെ ഇൻഷുറി ചെയ്യാൻ 4000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ പൈസ ഇല്ലായിരുന്നു. ഇവിടെ അടുത്ത വീട്ടിൽ കയറിയിട്ടുണ്ട് ചെയ്ത് പോയി നോക്കിയിട്ട് വരാം. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഇവൻ അവിടുന്ന് തള്ളയുടെ അവിടുത്തെ എല്ലാവരുടെയും വീട്ടുപേരൊക്കെ ചോദിച്ചു അങ്ങ് പോയി പിന്നെ അവിടുത്തെ ഞങ്ങൾക്ക് ഒരാളുണ്ടായിരുന്നു പറയുന്നു റോട്ടിൽ ചെന്ന്. അപ്പോൾ അവൻ അവിടെ ഉണ്ട്. അവനെ വിളിച്ചു പോയി. മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ ഓർഡർ എടുക്കാൻ എന്ന വ്യാജേനയാണ് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലെത്തി ഇയാൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്താറുള്ളത്. 75 വയസ്സുള്ള അമ്മിണിയിൽ നിന്നും 5000 രൂപയും 79 വയസ്സുള്ള രാജമയിൽ നിന്നും 4900 രൂപയുമാണ് പ്രതി തട്ടിയെടുത്തത്. നാട്ടുകാർ പിടികൂടിയ പ്രതിയെ SI GP മനുരാജ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കുളനട ഗ്രാമപഞ്ചായത്തിലെ തുമ്പമൺ നോർത്തിൽ മണ്ണിൽ മൊടിയിൽ പ്രദേശത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസം പിന്നിട്ടു. നാട്ടുകാർ ദുരിതത്തിൽ. കുളനട പഞ്ചായത്തിലെ തുമ്പമൺ നോർത്ത് മണ്ണിൽ മൂടിയിൽ ഭാഗത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസം പിന്നിടുന്നു. പഞ്ചായത്തിലെ 9-ാം വാർഡിൽപ്പെട്ട മണ്ണിൽ മൂടിയിൽ ഭാഗത്തേക്ക് കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസങ്ങൾ പിന്നിട്ടിട്ടും ജലവിതരണം പുനഃസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ പ്രദേശത്ത് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് ഏതാണ്ട് നമ്മുടെ കോശി മെമ്പറായിട്ടിരുന്ന സമയത്താണ്. ഏതാണ്ട് ഇപ്പോൾ ഒരു 18 വർഷത്തോളമായി ഈ പൈപ്പ് ലൈൻ ഇവിടെ സ്ഥാപിച്ചിട്ട്. അതിനുശേഷം ഇവിടെ ഈ പ്രദേശത്ത് വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മെഡിവേലി പഞ്ചായത്തിൻ്റെ വകയായിട്ട് പുതിയൊരു പൈപ്പ് ലൈൻ രൂപപ്പെടുത്തി. അത് രൂപപ്പെടുത്തിയത് ഈ പഴയ പൈപ്പ് ലൈനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ തന്നെ ഈ പൈപ്പ് ലൈൻ വന്നതിന് ശേഷം ഇപ്പോൾ പഴയ ഈ പൈപ്പ് ലൈനിൽ വെള്ളം ലഭിക്കുന്നില്ല. പുതിയ പൈപ്പ് ലൈൻ ഈ പഴയ പൈപ്പ് ലൈനിൻ്റെ മൊത്തം ഭാഗത്തില്ല, പകുതി ഭാഗത്ത് മാത്രമേ പഴയത് ഇട്ടിട്ടുള്ളൂ. പഴയത് നമ്മുടെ ഈ കുളനട പഞ്ചായത്തിൻ്റെ ഏരിയയിലാണ് പഴയ പൈപ്പ് ലൈനുള്ളത്. ഇവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉള്ളതാണ്. ചെന്നീർക്കര പഞ്ചായത്തിലെ പന്നിക്കുഴി പമ്പ് ഹൗസിൽ നിന്നും മെഡിവേലി ഗ്രാമപഞ്ചായത്തിലെയും കുളനട ഗ്രാമപഞ്ചായത്തിലെയും 2 വാർഡുകളിലേക്കുമായി കുടിവെള്ളം വിതരണം ചെയ്യാൻ 13 വർഷം മുൻപ് സ്ഥാപിച്ച പദ്ധതിയാണ് പന്നിക്കുഴി കുടിവെള്ള പദ്ധതി. കഴിഞ്ഞയുടെ മെഡിവേലി പഞ്ചായത്ത് അധികൃതർ തങ്ങളുടെ പരിധിയിൽ സമാന്തരമായി പൈപ്പ് ലൈൻ സ്ഥാപിച്ചതാണ് കുളനട പഞ്ചായത്തിൽപ്പെട്ട മണ്ണിൽ മൂടിയിൽ ഭാഗത്തുകാർക്ക് വിനയായത്. കാര്യം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് 6 മാസമേ വെള്ളം കിണറ്റിലുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ പൈപ്പ് ലൈൻ കൊണ്ട് 15 വർഷം കൊണ്ട് ഈ പൈപ്പ് ലൈൻ 15 വർഷമായി ഈ ലൈൻ ഇട്ടിട്ട്. അന്ന് തൊട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന. ഇപ്പം മെഴുവേലി പഞ്ചായത്തിൽ ഈ ലൈൻ ഇവിടം വരെ കൊണ്ടുവിട്ടു. അവർ മുടക്കിയെന്ന് പറയുന്നില്ല. അതിൽ പിന്നെ ഞങ്ങൾക്ക് വെള്ളം വന്നിട്ടില്ല. താഴ്വശത്ത് വെള്ളം വരുന്നുണ്ട്, പൂപ്പങ്കാലായാലും വെള്ളമുണ്ട്. ഞങ്ങൾക്ക് മാത്രം പഴയ ലൈൻ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വെള്ളമില്ലാത്ത. സമാന്തരമായി പൈപ്പ് ലൈൻ സ്ഥാപിച്ചപ്പോൾ പഴയ പൈപ്പുകൾ കേടുപാടുകൾ വന്നതാണ് കാരണമെന്ന് കരുതപ്പെടുന്നു. ഇതോടെ മണ്ണിൽ മൂടിയിൽ കോളനിയിലെ 50ഓളം കുടുംബങ്ങളും 100 കണക്കിന് പ്രദേശവാസികളും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്താൽ ദുരിതത്തിലാണ്. ഞങ്ങൾ 2 പേരും സുഖമില്ലാത്തതാണ്. ഇത് ക്യാൻസർ രോഗമുള്ള, എനിക്കാണേലും ഹാർട്ടിന് സുഖമില്ലാത്ത. ഞങ്ങൾ ഈ പൈപ്പിലെ വെള്ളം കൊണ്ടാണ് കുളിക്കുന്നതും നനയ്ക്കുന്നതും ചിലപ്പോൾ കഞ്ഞി വരെ വെക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് വെള്ളം കോരി വെച്ചിട്ട് പോയില്ല എങ്കിൽ എനിക്ക് വെള്ളം കുടിക്കാനില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം അത്യാവശ്യമായിട്ട് കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും.